ഹായ് ഹലോ. അപ്പോൾ ഞാനിന്നൊരു പ്രയർ ഡ്രസ്സ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ പോണത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 മീറ്ററിലുള്ള ഒരു ക്രേപ്പ് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ മെറ്റീരിയലിനെ നിവർത്തിയിട്ടതിന് ശേഷം രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്യണം കേട്ടോ. ഫുള്ളായി നിവർത്തിയിട്ടതിന് ശേഷമാണ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യണേ. അതിന് ശേഷം അതിൻ്റെ ഒരു വശത്ത് നിന്ന് നമ്മൾ 2 ഇഞ്ച് വീതിയിലൊരു പീസ് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ആദ്യം കട്ട് ചെയ്തതിന് ശേഷം കേട്ടോ വീഡിയോ എടുക്കണത്. അപ്പോൾ 2 ഇഞ്ച് വീതിയിൽ നമ്മൾ ഹിജാബിൻ്റെ ഭാഗത്ത് അലാസ്റ്റിക് ഇട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമുക്ക് വേണ്ടത് സ്ലീവിൻ്റെ ലെങ്ത്താണ്. അപ്പോൾ സ്ലീവിന് വേണ്ടിയിട്ട് 12 ഇഞ്ച് ലെങ്ത്തിലുള്ള ഒരു പീസാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ 12 ഇഞ്ച് ലെങ്ത്ത് വരുന്ന ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് രണ്ടായിട്ടുള്ള ഒരു പീസാണ് കിട്ടുക. ഇനി നമുക്കിതിൻ്റെ ഷെയ്ഡ് ഭാഗത്തായിട്ടൊരു ഫോൾഡിങ് വന്നിട്ടുണ്ടാവും. നമ്മൾ ഫസ്റ്റ് പീസിനെ ഒന്ന് മടക്കിയിട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഷെയ്ഡ് ഭാഗത്തുള്ള ഫോൾഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. നമുക്കിത് ഇതുപോലെ 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിടണം കേട്ടോ. 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്കിത് ലെങ്ത്ത് 12 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് ഒരു ഭാഗത്ത് നിന്ന് നമുക്കൊന്ന് 2 ഇഞ്ച് വീതി ലെങ്ത്തിൽ ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കതിൻ്റെ ഷെയ്ഡ് ഭാഗത്ത് നിന്നൊരു 1 ഇഞ്ച് വീതിയിലൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിൻ്റെ താഴ്ഭാഗത്തു നിന്നാട്ടോ മാറ്റേണ്ടത്. ഇനി നമുക്ക് ബാക്കി ഭാഗത്തിൻ്റെ ഒരു വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 1/2 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഹിജാബിന് വേണ്ടിയിട്ടൊന്ന് കോണായിട്ട് മടക്കിയിടണം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കോണായിട്ട് മടക്കിയിടണത്. ഹിജാബിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഫ്രണ്ട് ഭാഗത്താണ് ഇങ്ങനെ വരിക. അപ്പോൾ നമ്മളിത് ഇങ്ങനെ കോണായിട്ട് മടക്കി ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു 10 ഇഞ്ച് ലെങ്ത്തിൽ ഒന്ന് അടയാളപ്പെടുത്തണം. നമ്മളുടെ മുഖഭാഗം കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ഓരോരുത്തരുടെ സൈസിനനുസരിച്ച് അടയാളപ്പെടുത്താം. ഞാനിപ്പോൾ ഇവിടെ 10 ഇഞ്ച് ലെങ്ത്തിലാണ് അടയാളപ്പെടുത്തുന്നത്. നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടയാളപ്പെടുത്തിയതിന് താഴ്വശത്തായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മളിതിൻ്റെ ഉൾവശത്തേക്കായിട്ടാട്ടോ തയ്ച്ച് കൊടുക്കേണ്ടത്. ചീത്ത വശത്താണ് നമ്മൾ തയ്ച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ മുഖം കയറാൻ വേണ്ടി കുറച്ച് ഭാഗം മാറ്റിയതിന് ശേഷം ബാക്കി ഭാഗം നമ്മൾ താഴോട്ടേക്ക് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ഫുള്ളായിട്ടൊന്ന് മടക്കിയെടുക്കാനുണ്ട്. അതിന് വേണ്ടി നമ്മൾ ഇതിൻ്റെ താഴ്വശം ആ ഹിജാബ് തയ്ച്ച ഭാഗത്തേക്ക് കൊണ്ടുവരട്ടെ വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് നീർത്തിയിടുക. മൊത്തം മെറ്റീരിയലിനും ഫുള്ളായിട്ടൊന്ന് നീർത്തിയിടുക. ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ പിന്നെ ഇങ്ങനെ നീർത്തിയിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് മുകൾ വശത്തായിട്ട് നമ്മൾ കോണായിട്ട് മടക്കി വെച്ച ഭാഗം ഇവിടെ ഉണ്ട്. ഇനി ഈ താഴ്വശത്തായിട്ടുള്ള ആ ഭാഗത്തെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ഈ ഫ്രണ്ട് വശത്തുള്ള ഹിജാബിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ അവിടേക്ക് കൊണ്ടുവരണം. ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് കൊണ്ടുവരണം. ഇതുപോലെ നമ്മളിത് ഇവിടെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ വേണ്ടത്. ഹിജാബ് തയ്ച്ചെടുത്ത ഭാഗത്ത് സെൻറ്ററിൽ നിന്ന് ഈ ബാക്ക് വശത്തിൻ്റെ ആ ഭാഗം സെൻറ്റർ കണക്കാക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ തെന്നി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരേ ലെവലിൽ തന്നെ പിടിച്ചിട്ട് നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കേട്ടോ കിട്ടുക. ഇനി താഴ്ഭാഗത്തായിട്ടൊരു ഫോൾഡിങ് വരും.
അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സെൻറ്റർ ഭാഗത്ത് നിന്നാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗത്ത് 2 പീസായിട്ട് നമുക്കിപ്പോൾ കിട്ടും. നമുക്കിപ്പോൾ ഫ്രണ്ട് ഭാഗത്താണ് നമുക്ക് ഹിജാബ് വരുന്നത്. താഴ്ഭാഗത്തുള്ള ഈ ഫോൾഡിങ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം നമുക്ക് ഹിജാബ് ചെയ്ത ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് താഴ്വശത്തേക്കായിട്ട് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാണ്ട്. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്ത സ്ലീവ് ഇതിൻ്റെ താഴ്വശത്തായിട്ടൊരു 1/2 ഇഞ്ച് വീതിക്ക് മടക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ 2 ഇഞ്ച് വീതിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നമുക്ക് അലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടി ഞാനിവിടെ അലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഞാനൊരു 8 ഇഞ്ച് നീളത്തിലുള്ള അലാസ്റ്റിക്കാണ് എടുക്കുന്നത്. അങ്ങനെ 2 പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതുപോലെ 2 പീസ്. ഇനി നമുക്കിതിവിടെ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ സ്ലീവ് ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴ്വശത്തായിട്ട് നമ്മൾ 1/2 ഇഞ്ച് വീതിയിലൊന്ന് മടക്കി തയ്ച്ച് അതിന് ശേഷം 2 ഇഞ്ച് ലെങ്ത്തിലൊന്ന് അലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ 2 പീസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ടൊരു ഡോട്ട് ഇട്ട് കൊടുക്കണം. കാരണം നമുക്കവിടെ അറ്റാച്ച് ചെയ്യുമ്പോൾ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ പ്രയർ ഡ്രസ്സിൻ്റെ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തു നിന്ന് ഷെയ്ഡ് ഭാഗത്തായിട്ട് ഈ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ പിടിച്ചിട്ട് കറക്റ്റായിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതിന് നല്ല വശം ചേർത്ത് വെച്ചിട്ടാണ് കേട്ടോ. സ്ലീവിൻ്റെ നല്ല വശം പ്രയർ ഡ്രസ്സിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ടാണ്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിന് അങ്ങനെ 2 വശത്തായിട്ട് 2 സ്ലീവും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴ്വശത്ത് നിന്ന് ഇങ്ങോട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ സ്ലീവിൻ്റെ ഒരു താഴ്വശത്ത് നിന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ 2 വശം സ്റ്റിച്ച് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഡ്രസ്സിൻ്റെ താഴ്വശത്തായിട്ട് ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കണം കേട്ടോ. നമ്മളെ ലെങ്ത്തിനനുസരിച്ചിട്ട് മടക്കി തയ്ച്ച് കൊടുക്കുക. പിന്നെ നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുള്ള സ്ട്രാപ്പിനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ലെങ്ത്ത് എടുത്തിട്ട് അതിനുശേഷം ഫോൾഡ് ചെയ്ത് മറിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് അലാസ്റ്റിക് ജോയിൻ്റ് ചെയ്യാണ്ട്. ഞാനിവിടെ 12 ഇഞ്ച് ലെങ്ത്തിൽ വരുന്ന അലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്കിതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കയറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ അലാസ്റ്റിക് ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഡ്രസ്സിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുഖഭാഗത്തിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ആ ഫോൾഡിങ് മടക്കി തയ്ച്ച ഭാഗത്തെ ഉൾവശത്തായിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. 2 വശം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഡ്രസ്സിൻ്റെ ലുക്ക് വന്നിട്ടുള്ളത്. ഫുള്ളായിട്ട് ലെങ്ത്തിൽ വരുന്ന ഒരു പ്രയർ ഡ്രസ്സാണ്. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.